Hi teachers, welcome to 10 days CTET paper 2 challenge. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജി ആണ്. ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ്. നമ്മൾ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജിയുടെ ഫസ്റ്റ് 3 ടോപ്പിക്, ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജിയുടെ സിലബസിൽ വരുന്ന ഫസ്റ്റ് 3 ടോപ്പിക്, പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ്, ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ് മുതലായിട്ടുള്ള 3 ടോപ്പിക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ വീഡിയോ കാണാത്തവര് അതുകൂടി ഒന്ന് വാച്ച് ചെയ്യുക. വളരെ ഈസി ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്താൽ തന്നെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അത് വിട്ടുപോകരുത്. ഇന്ന് ആ ഭാഗം ഒഴികെ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജിയുടെ മറ്റ് ഭാഗങ്ങളുടെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. മാത്രമല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറീസ്, ഓരോ തിയറീസ് തമ്മിലെ ഡിഫറൻസ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കീ വേർഡ്സ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 1, അക്കോർഡിംഗ് ടു പിയാഷെ, ഡ്യൂറിംഗ് ദ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് എ ചൈൽഡ് ഈസ് കാപ്പബിൾ ഓഫ്. പിയാഷയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റൽ സ്റ്റേജസുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ 4 സ്റ്റേജസ് ഉണ്ട്. അതിൽ ഏറ്റവും ഫൈനൽ സ്റ്റേജ് ആണ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഇതില് കുട്ടി ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിൽ എത്തുമ്പോൾ കുട്ടിക്ക് എന്ത് തരത്തിലുള്ള എബിലിറ്റീസ് ആണ് ഉണ്ടാവുന്നത്? ഓപ്ഷൻസ്: എ റിവേഴ്സിബിലിറ്റി ഓഫ് തോട്ട്, ബി ഒബ്ജക്ട് പെർമനൻസ്, സി ഹൈപ്പോതെറ്റിക്കോ ഡിഡക്റ്റീവ് റീസണിംഗ്, ഡി കൺസർവേഷൻ ഓഫ് മാസ്. ഇവിടെ ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? കുട്ടിക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും മനസ്സിലാക്കാനും കഴിയുന്ന സ്റ്റേജ് ആണ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഹൈപ്പോതെറ്റിക്കോ ഡിഡക്റ്റീവ് റീസണിങ്ങിനാണ് കുട്ടിക്ക് ഇവിടെ സാധിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 2, in Vygotsky's theory, the assistance provided by more knowledgeable others to a child is called. നമുക്കറിയാം വൈഗോട്സ്കിയുടെ തിയറിയിൽ ഏറ്റവും സോഷ്യൽ കൾച്ചറൽ തിയറിയാണ് അല്ലെ. അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് വേർഡുകളാണ് മോർ നോളജബിൾ അതേഴ്സ്, സ്കഫോൾഡിങ്, ZPD. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതില് ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു അസിസ്റ്റൻസ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓപ്ഷൻ ബി സ്കഫോൾഡിംഗ് ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് അല്ലെ. സ്കഫോൾഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പററി ആയിട്ടുള്ള ഒരു സപ്പോർട്ട് കുട്ടിക്ക് കൊടുക്കുന്നതിനെയാണ് സ്കഫോൾഡിംഗ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 3, which stage of Kohlberg's moral development involves following rules to avoid punishment? കോൾബർഗിന്റെ മോറൽ ഡെവലപ്മെന്റ് സ്റ്റേജുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. ഇതില് കുട്ടി പണിഷ്മെന്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഒബേ ചെയ്യുന്നത് ഏത് സ്റ്റേജിലാണെന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് തിയറീസ് അറിയില്ല എന്നുണ്ടെങ്കിൽ, ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ, നമ്മുടെ ചാനലിൽ 1 മിനിറ്റ് 1 മാർക്ക് എന്ന ഹെഡിങ്ങിൽ തിയറീസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആ വീഡിയോസ് നിങ്ങൾ 2-3 പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് കേട്ടാൽ ആ തിയറീസ് എന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. ഇപ്പൊ ഈ ഒരു ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് തിയറീസ് പഠിക്കാൻ പറ്റുന്ന ഒരു രീതിയാണത്. പാസീവ് ആയിട്ട് അത് കേട്ടിരുന്നാൽ മതി, നിങ്ങൾക്ക് കോൺസെപ്റ്റ് കിട്ടും, ഷുവർ ആണ്. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളത് കോൾബർഗിന്റെ മോറൽ ഡെവലപ്മെന്റ് ആണ്. ഇതിൽ ഉത്തരമായിട്ട് വരുന്നത് സി, പണിഷ്മെന്റ് ആൻഡ് ഒബീഡിയൻസ് ഓറിയന്റേഷൻ അല്ലെ. പണിഷ്മെന്റ് കിട്ടുമെന്ന് പേടിച്ച് കുട്ടി ഒബീഡിയന്റ് ആവുന്നതിനെയാണ് നമ്മൾ ആ ഒരു സ്റ്റേജിൽ കാണുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 4, അക്കോർഡിംഗ് ടു വൈഗോട്സ്കി, why do children speak to themselves? വൈഗോട്സ്കിയുടെ ഒരു ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ആണ് പ്രൈവറ്റ് സ്പീച്ച്. പ്രൈവറ്റ് സ്പീച്ചിനെ കുറിച്ചുള്ള ചോദ്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ എന്താണ്? കുട്ടികൾ സ്വയം സംസാരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൈവറ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. അത് എന്തിനാണ് കുട്ടിയെ സഹായിക്കുന്നത്? ഇറ്റ് ഈസ് ഓപ്ഷൻ സി, ടു ഗൈഡ് ദെയർ ഓൺ ആക്ഷൻസ്. അവരുടെ തന്നെ സ്വന്തം ആക്ഷൻസിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? പ്രൈവറ്റ് സ്പീച്ച് ചെയ്യുന്നത്, സ്വയം സംസാരിക്കുന്നത്. ഒരു പോയിന്റ് കൂടി നിങ്ങൾ ഈ ഏരിയയിൽ ഓർത്ത് വെക്കുക. വൈഗോട്സ്കിക്കും പിയാഷെക്കും പ്രൈവറ്റ് സ്പീച്ചിനെ കുറിച്ച് വിപരീതമായിട്ടുള്ള ആശയങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 5, പിയാഷെസ് കോൺസെപ്റ്റ് ഓഫ് അക്കോമഡേഷൻ റെഫേഴ്സ് ടു. പിയാഷയുടെ കോൺസെപ്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 കീ വേർഡ്സ് ഉണ്ട്. സ്കീമ, അക്കോമഡേഷൻ, അസിമിലേഷൻ, ഇക്വിലിബ്രിയേഷൻ. ഈ പറയുന്ന 4 വേർഡുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് പിയാഷയുടെ സ്റ്റേജസ് പഠിക്കുമ്പോൾ. അപ്പൊ അതില് അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അക്കോമഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിറ്റിംഗ് ന്യൂ ഇൻഫോർമേഷൻ ടു എക്സിസ്റ്റിംഗ് സ്കീമ. എന്താണ് സ്കീമ? സ്കീമ എന്ന് പറയുന്നത് നോളേജിന്റെ പാക്കറ്റുകളെയാണ് നമ്മൾ സ്കീമ എന്ന് പറയുന്നത്. ഈ സ്കീമയിലേക്ക്, ഓൾറെഡി ഉള്ള സ്കീമയിലേക്ക് പുതിയൊരു ഇൻഫോർമേഷനെ ആഡ് ചെയ്ത് കൊടുക്കുന്നതിനെ നമ്മൾ അക്കോമഡേഷൻ എന്ന് പറയുന്നത്. 6, ഹോവാർഡ് ഗാർണേഴ്സ് തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസസ് എംഫസൈസ്. ഹോവാർഡ് ഗാർണറിന്റെ തിയറിയുടെ പേരാണ് തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ്. ഇതിൽ അദ്ദേഹം പറയുന്നത് ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഒരു ഫാക്ടറിനെ ബേസ് ചെയ്തിട്ടല്ല ഉള്ളത്, മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഉണ്ട് എന്നാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതായിരിക്കും ഉത്തരമായിട്ട് വരിക? ഓപ്ഷൻ ബി ആണ്. ഓരോ ഇൻഡിവിജ്വലിനും യുണീക്ക് ആയിട്ടുള്ള എബിലിറ്റീസ് ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. 7, എ ചൈൽഡ് ഹു ഈസ് ഗുഡ് അറ്റ് അണ്ടർസ്റ്റാൻഡിങ് അതേഴ്സ് മൂഡ്സ് ആൻഡ് മോട്ടിവേഷൻ ഹാസ്. അപ്പൊ ഈ ഒരു കുട്ടിക്ക് എന്താണ് കഴിവുള്ളത്? മറ്റാൾക്കാരെ മനസ്സിലാക്കാൻ പറ്റുന്നു അല്ലെ. ഈ ഒരു കഴിവ് കുട്ടിക്ക് ഉണ്ട്. അപ്പൊ ഈ ഒരു കുട്ടിക്കുള്ള കഴിവിനെ നമുക്ക് എന്താണ് പറയാൻ പറ്റുക? ഇതും മൾട്ടിപ്പിൾ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഏതാണ്?
ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം മൂഡ്സ്, സ്വന്തം ഇമോഷൻസ് മനസ്സിലാക്കാൻ പറ്റുന്നതിന് നമ്മൾ ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറയാം. ഇന്റർ പേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാളുടെ മൂഡ്സും മോട്ടിവേഷനും കാര്യങ്ങളും ഇമോഷൻസും ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതിന് നമ്മൾ ഇന്റർ പേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറയാം. അപ്പൊ ഇവിടെ ഇതായിരിക്കും ഉത്തരം വരിക, ഇന്റർ പേഴ്സണൽ ഇന്റലിജൻസ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഇന്റർ പേഴ്സണൽ ഇന്റലിജൻസ് ആണ് കുട്ടിക്കുള്ളത്. Question number 8. Which of the following is a critic of the concept IQ? IQ എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ ക്രിട്ടിസൈസ് ചെയ്ത വ്യക്തി ആരാണ്? ഇറ്റ് ഈസ് ഹോവാർഡ് ഗാർഡനർ. അപ്പൊ നമ്മൾ പറഞ്ഞു അല്ലേ, ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഒറ്റ ഒരു ഫാക്ടറിനെ ബേസ് ചെയ്തിട്ടല്ല എന്ന് പറഞ്ഞത് ആരാണ്? ഹോവാർഡ് ഗാർഡനർ ആണ്. IQ എന്ന കോൺസെപ്റ്റ് ക്രിയേറ്റിവിറ്റിനെ ഒക്കെ നെഗ്ലക്ട് ചെയ്യുന്നുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. Question number 9. Dyscalculia is associated with difficulty in. ഡിഫിക്കൽട്ടീസ് പലതരത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡിസ്ലെക്സിയ, ഡിസ്കാൽക്കുലിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്ഫ്രാക്സിയ, ഇതൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇവിടെ ഡിസ്കാൽക്കുലിയ ആണ് ചോദിച്ചിട്ടുള്ളത്. മാത്തമെറ്റിക്കൽ കാൽക്കുലേഷൻസിൽ വരുന്ന പ്രോബ്ലത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത്. റീഡിംഗിലുള്ള പ്രശ്നമാണെങ്കിൽ അതിനെ നമ്മൾ ലെക്സിയ എന്നാണ് പറയുന്നത്. റൈറ്റിംഗിലുള്ള കുഴപ്പമാണെന്നുണ്ടെങ്കിൽ ഡിസ്ഗ്രാഫിയ എന്നാണ് പറയുന്നത്. മോട്ടോർ സ്കിൽസിലുള്ള പ്രശ്നമാണെങ്കിൽ ഡിസ്ഫ്രാക്സിയ എന്നാണ് പറയുക. Question number 10. Inclusive education assumes that we should change the dash to fit the dash. ഏതാണ് വരിക? ടു ചേഞ്ച് ദ ചൈൽഡ് ടു ഫിറ്റ് ദ സിസ്റ്റം ആണോ? ടു ചേഞ്ച് ദ സിസ്റ്റം ടു ഫിറ്റ് ദ ചൈൽഡ് ആണോ? ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ് അല്ലെ. സിസ്റ്റം ആണ് നമ്മൾ മാറ്റേണ്ടത്. കുട്ടിക്ക് അനുസരിച്ച് നമ്മൾ സിസ്റ്റത്തിനെ മാറ്റണം. Question number 11. Which of the following is a characteristic of a child with giftedness? ഗിഫ്റ്റഡ്നെസ് ഉള്ള കുട്ടിയുടെ ക്യാരക്ടേഴ്സ് ഏതാണെന്ന് ചോദിക്കുന്നത്. എ ലോ IQ ഉള്ള കുട്ടിയായിരിക്കോ? അല്ല. ലാക്ക് ഓഫ് ക്യൂരിയോസിറ്റി ഇല്ലാത്തൊരു കുട്ടിയായിരിക്കോ? അല്ല. എബിലിറ്റി ടു സോൾവ് പ്രോബ്ലംസ് യൂണിക്ലി, ഡൈവർജന്റ് തിങ്കിങ്ങിലൂടെ, യെസ് അതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം അല്ലേ. ഡൈവർജന്റ് തിങ്കിങ് നടത്തിയിട്ട് ഒരു പ്രോബ്ലത്തിനെ ഡിഫറെന്റ് ആയിട്ടുള്ള വേയിൽ കുട്ടി സോൾവ് ചെയ്യുക, അത് ആരുടെ ലക്ഷണമാണ്? അതൊരു ഗിഫ്റ്റഡ് ചൈൽഡിന്റെ ലക്ഷണമാണ്. ഇപ്പോൾ മാത്സിൽ ഒരു കുട്ടിക്ക് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തു. ആ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട സ്റ്റെപ്പും ടീച്ചർ പറഞ്ഞു കൊടുത്തു. എന്നാൽ ആ സ്റ്റെപ്പ് ഫോളോ ചെയ്യാതെ തന്നെ കുട്ടിക്ക് വേറെ ഏതെങ്കിലും വഴിയിലൂടെ ആൻസർ കിട്ടി അല്ലെ. അപ്പൊ അതെന്താണ്? അത് കുട്ടി സ്വന്തമായിട്ട് ചിന്തിച്ചിട്ടാണ് ആൻസർ കണ്ടുപിടിച്ചത്. അത് ഡൈവേർജന്റ് തിങ്കിങ്ങിന്റെ സൂചനയാണ് തരുന്നത്. അപ്പൊ കുട്ടിക്ക് എന്താണ്? കുട്ടി ഗിഫ്റ്റഡ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. Question number 12. The Right of Persons with Disability Act 2016 promotes. ഇവിടെ റൈറ്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ആക്ട് ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ ആൻസർ സി ആണ്, ഇക്വാലിറ്റി ആൻഡ് നോൺ ഡിസ്ക്രിമിനേഷൻ. Question number 13. In a learner centered classroom, the teacher, ലേണർ സെന്റേഡ് ക്ലാസ് റൂമിൽ ടീച്ചർ എങ്ങനെയായിരിക്കണം? ഡിറ്റേറ്റ്സ് ഓൾ റൂൾസ് എല്ലാം പറഞ്ഞു കൊടുക്കുന്ന ടീച്ചർ ആണോ? ഫോക്കസസ് ഓൺലി ഓൺ ടെക്സ്റ്റ് ബുക്കിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ആളാണോ? ക്രിയേറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ സ്റ്റുഡൻസ് ടു കൺസ്ട്രക്ട് നോളജ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആളാണോ? യൂസസ് റിവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ് ഓൺലി. ഇവിടെ ഞാൻ മുൻപ് ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്, ഓൺലി എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എലിമിനേഷനിലൂടെ ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന ഒരു രീതിയാണ് നെഗറ്റീവ് വേർഡുകൾ കണ്ടുപിടിക്കുക എന്നുള്ളത്. അത് നിങ്ങൾക്ക് ലാംഗ്വേജ് പെഡഗോജി, സയൻസിന്റെ പെഡഗോജി, മാത്സിന്റെ പെഡഗോജി ആണെങ്കിലും ഇനി ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജിയിലാണെങ്കിലും നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ഇവിടെ നോക്കൂ, ഓൺലി എന്ന വാക്കുകൾ വന്നു അല്ലേ. ഓൺലി, ആൾ റൂൾസ് അതൊക്കെ എന്താണ്? നെഗറ്റീവ് വേർഡ്സ് ആണ് അല്ലെ. അപ്പോ ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ക്രിയേറ്റ്സ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ സ്റ്റുഡൻസ് ടു കൺസ്ട്രക്ട് നോളേജ് കൺസ്ട്രക്ട് ചെയ്യാനുള്ള വഴികൾ ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് ഒരു ലേണർ സെന്റേഡ് ക്ലാസ് റൂമിൽ ടീച്ചർ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ഇൻക്ലൂഡ്സ്. എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ഉണ്ട്, ഇൻട്രിൻസിക് മോട്ടിവേഷൻ ഉണ്ട് അല്ലെ. ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം ഉള്ളിൽ നിന്ന് വരുന്ന മോട്ടിവേഷൻ നമ്മൾ ഇൻട്രിൻസിക് അല്ലെ, ഉള്ളിൽ നിന്ന് വരുന്ന മോട്ടിവേഷൻ. എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്തായിരിക്കും? ഒരു എക്സ്റ്റേണൽ ഫാക്ടർ കാരണം ഉണ്ടാവുന്ന മോട്ടിവേഷൻ. അതിലെ ക്യൂരിയോസിറ്റി ആണോ, ഇൻട്രസ്റ്റ് ഇൻ ദ സബ്ജക്ട് ആണോ, പ്രൈസ് ആൻഡ് റിവാർഡ്സ് ആണോ, പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ ആണോ വരിക? എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത് പ്രൈസ് ആൻഡ് റിവാർഡ് ആണ്. അത് പുറത്തുനിന്ന് വരുന്നതാണ് അല്ലെ. കുട്ടിക്ക് എന്തെങ്കിലും റിവാർഡ് കിട്ടുകയാണ്, അല്ലെങ്കിൽ കുട്ടിയെ ആരെങ്കിലും പ്രശംസിക്കുകയാണ്, ഇതൊക്കെ എന്താണ്? പുറമേന്ന് കുട്ടിക്ക് കിട്ടിയ മോട്ടിവേഷൻ ആണ്. അപ്പോൾ ബാക്കിയുള്ളത് ഈ ഓപ്ഷനിൽ കൊടുത്തേക്കുന്നതൊക്കെ ഇൻട്രിൻസിക് മോട്ടിവേഷൻ ഉദാഹരണമാണ്. കുട്ടിക്ക് ക്യൂരിയോസിറ്റി കാരണം കുട്ടിക്ക് പഠിക്കുക, അല്ലെങ്കിൽ സബ്ജക്റ്റിൽ ഇൻട്രസ്റ്റ് ഉള്ളത് കാരണം കുട്ടി പഠിക്കുക, അല്ലെങ്കിൽ കുട്ടിക്ക് പേഴ്സണൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് കുട്ടി പഠിക്കുക, ഇതൊക്കെ എന്താണ്? ഇന്റേണൽ മോട്ടിവേഷന് ഉദാഹരണമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എറേഴ്സ് മെയ്ഡ് ബൈ ചിൽഡ്രൻ ഡ്യൂറിംഗ് ദ ലേണിംഗ് പ്രോസസ് ആർ. ഇത് ഞാൻ എല്ലാ ക്ലാസ്സിലും റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നുണ്ട്. ഇത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഇത് ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് വിൻഡോസ് ഇൻ ടു ഹൗ ചിൽഡ്രൻ തിങ്ക്. 16. ജെൻഡർ ഈസ് എ. ജെൻഡർ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് രണ്ട് കോൺസെപ്റ്റ് ഉണ്ട്. ഒന്ന് ജെൻഡർ ഉണ്ട്, മറ്റൊന്ന് സെക്സ് ആണ് അല്ലെ. സെക്സ് എന്ന് പറയുന്നത് എന്താണ്? ബയോളജിക്കൽ ആണ്, ഇത് ജന്മന ഉണ്ടാവുന്നതാണ്. ജെൻഡർ ആണെങ്കിലോ, ജെൻഡർ ഈസ് സോഷ്യൽ കൺസ്ട്രക്റ്റഡ്. സൊസൈറ്റി കൺസ്ട്രക്ട് ചെയ്തതാണ് ജെൻഡർ റോൾസ് ഒക്കെ.
Question number 17. To avoid gender stereotyping in class, a teacher should. ക്ലാസ്സിൽ ജെൻഡർ സ്റ്റീരിയോടൈപ്പിംഗ് മാറ്റാൻ വേണ്ടി ടീച്ചർ എന്താണ് ചെയ്യേണ്ടത്? എൻകറേജ് ഗേൾസ് ടു ബി ലേഡി ലൈക്ക്. പെൺകുട്ടികൾ പോലെ നടക്കുക എന്ന് പഠിപ്പിക്കുന്നതാണോ? അല്ല. പുട്ട് ബോയ്സ് ആൻഡ് ഗേൾസ് ഇൻ നോൺ ട്രഡീഷണൽ റൂൾസ്. നോൺ ട്രഡീഷണൽ റൂൾസിൽ പണ്ട് നമ്മൾ ബോയ്സിന് ഒരു തരം റോൾ ഉണ്ട്, ഗേൾസിന് ഒരു തരം റോൾ ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ജെൻഡർ റോൾ എന്ന് പറയാം. ഇത്തരത്തിലുള്ള ജെൻഡർ റോളുകൾ കൊടുക്കാതിരിക്കുക, നോൺ ജെൻഡർ റോളുകൾ കുട്ടികൾക്ക് കൊടുക്കുക. ഇത് തന്നെയാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം അല്ലെ. പുട്ട് ബോയ്സ് ആൻഡ് ഗേൾസ് ഇൻ നോൺ ട്രഡീഷണൽ റൂൾസ്. 18. Progressive education as proposed by John Dewey emphasizes. ജോൺ ഡ്യൂ ആണ് പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ പ്രപ്പോസ് ചെയ്തത് എന്നുള്ളത് ഒരു പോയിന്റ് നമ്മൾ അവിടെ നിന്ന് പഠിച്ചു വെക്കുക. ഇത് എന്തിനാണ് എംഫസൈസ് ചെയ്യുന്നത്? റോഡ് മെമ്മറൈസേഷനെയാണോ? അല്ല. ലേണിംഗ് ബൈ ഡൂയിങ്ങിനെയാണോ? കോമ്പറ്റീഷൻ എമംഗ് പിയേഴ്സിനെയാണോ? അല്ല. ടീച്ചർ സെൻട്രിക് ലെക്ചേഴ്സിനെയാണോ? അല്ല. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ലേണിംഗ് ബൈ ഡൂയിനെയാണ് പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ എംഫസൈസ് ചെയ്യുന്നത്. ഇത് കൊണ്ടുവന്നത് ജോൺ ഡ്യൂ ആണ്. Question number 19. Formative assessment is used for. ഫോർമേറ്റീവ് അസസ്മെന്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഗ്രേഡിംഗ് സ്റ്റുഡൻസ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ. എൻഡ് ഓഫ് ദി ഇയറിൽ കുട്ടിയെ അസസ് ചെയ്യുന്നത് നമ്മൾ എന്താ പറയാ? അത് സമ്മേറ്റീവ് അസസ്മെന്റ് ആണ് അല്ലെ. ബി. മോണിറ്ററിംഗ് പ്രോഗ്രസ് ഡ്യൂറിംഗ് ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്. ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിന്റെ സമയത്ത് കുട്ടിയെ മോണിറ്റർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലെ. 20. Continuous and comprehensive evaluation emphasize. Only scholastic aspects, only core scholastic aspects, holistic development of the child, redundancy of exams. ഇവിടെ എന്താ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്? ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ഓഫ് ദി ചൈൽഡ് ആണ്. CCA നിങ്ങൾ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റുമായിട്ട് അങ്ങോട്ട് കണക്ട് ചെയ്ത് വെച്ചോളൂ. ഈ ഏരിയയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെയാണ്. Question number 21. The relationship between cognition and emotion is. കോഗ്നിഷനും ഇമോഷനും തമ്മിലുള്ള റിലേഷൻ എന്താണ്? They are independent of each other ആണോ? യൂണിഡയറക്ഷനിലാണോ? ബൈ ഡിറക്ഷനിലാണോ? യൂണിഡയറക്ഷണൽ കോഗ്നിഷൻ ഇൻഫ്ലുവൻസസ് ഇമോഷൻ. ഇവിടെ എന്താ വരുന്നത്? ഇറ്റ് ഈസ് ബൈ ഡിറക്ഷണൽ. ഇറ്റ് ഈസ് എ ഡൈനാമിക് ഇന്റർപ്ലേ. കോഗ്നിഷൻ ഇൻഫ്ലുവൻസ് ഇമോഷൻ ആൻഡ് ഇമോഷൻ ഇൻഫ്ലുവൻസ് കോഗ്നിഷൻ. Question number 22. Which of the following is an example of an effective pedagogical സ്ട്രാറ്റജി? ഒരു എഫക്റ്റീവ് പെഡഗോജിക്കൽ സ്ട്രാറ്റജിക്ക് എക്സാമ്പിൾ ഏതാണ്? എ ഫ്രീക്വന്റ് യൂസ് ഓഫ് റിവാർഡ്സ്. ഇടയ്ക്കിടയ്ക്ക് റിവാർഡ്സ് യൂസ് ചെയ്യുക. എൻകറേജിങ് ഡയലോഗ് ആൻഡ് ഡിസ്കഷൻ. കുട്ടികളെ ഡയലോഗും ഡിസ്കഷനും വേണ്ടി എൻകറേജ് ചെയ്യുക. ഫോക്കസിങ് ഓൺ റോട്ട് ലേണിംഗിൽ ഫോക്കസ് ചെയ്യുക. ഇൻഡിവിജ്വലൈസ്ഡ് കോമ്പറ്റീഷൻ. ഇതിൽ ഏതാ വരുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. എൻകറേജിങ് ഡയലോഗ് ആൻഡ് ഡിസ്കഷൻ. ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്ലാസ് റൂമിൽ, ഒരു ലേണർ സെന്റർ ക്ലാസ് റൂമിൽ പ്രത്യേകിച്ചും ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ലേണിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് എന്താണ്? ക്ലാസ്സിൽ ഒരുപാട് ഡിസ്കഷൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. Question number 23. According to Piaget, dash precedes dash, while according to Vygotsky, dash precedes dash. ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നുണ്ടാവുക? നോക്കൂ, ഞാൻ പറഞ്ഞു നേരത്തെ വൈഗോട്സ്കിക്കും പിയാഷയ്ക്കും വിപരീത ആശയങ്ങളുള്ള ഒരു കോൺസെപ്റ്റ് ആണ് പ്രൈവറ്റ് സ്പീച്ച് അല്ലെ. അപ്പോ പിയാഷയെ സംബന്ധിച്ചിടത്തോളം ആദ്യം തോട്ടാണ് വരുന്നത്, ആദ്യം ചിന്തകൾ അല്ലെ, ആദ്യം തോട്ടുകളാണ് വരുന്നത്, പിന്നെയാണ് ലാംഗ്വേജ് വരുന്നത്. എന്നാൽ നേരെ തിരിച്ച് വൈഗോട്സ്കിയെ സംബന്ധിച്ചിടത്തോളം ആദ്യം വരുന്നത് പ്രൈവറ്റ് സ്പീച്ച് ആണ്, അതിനുശേഷമാണ് തോട്ട്സ് വരുന്നത്. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ, തോട്ട് precedes language, while according to Vygotsky, language precedes thought. Piaget believed mental development must come before language. ആദ്യം വരുന്നത് മെന്റൽ ഡെവലപ്മെന്റ് ആണ്, അതിനുശേഷമാണ് ലാംഗ്വേജ് വരിക എന്നാണ് പിയാഷെ പറയുന്നത് അല്ലെ. വൈഗോട്സ്കി പറയുന്നത് എന്താണ്? ലാംഗ്വേജ് ഈസ് എ ടൂൾ ദാറ്റ് ഷേപ്സ് തോട്ട്. ലാംഗ്വേജ് ആണ് തോട്ടിനെ ഷേപ്പ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം വരുന്നത് ലാംഗ്വേജ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. Question number 24. Which of the following is a primary agency of socialization? സോഷ്യലൈസേഷന്റെ പ്രൈമറി ഏജൻസി ഏതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി, ഫാമിലി ആണ് അല്ലെ. ആദ്യം കുട്ടി ആരുമായിട്ടാണ് ഇടപഴകുന്നത്? ഫാമിലി ആയിട്ടാണ്. അതിനുശേഷമാണ് കുട്ടി സ്കൂളിൽ പോകുന്നു അല്ലെങ്കിൽ സൊസൈറ്റി ആയിട്ട് ഇടപഴകുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പ്രൈമറി ഏജൻസി ഏതാണ്? സോഷ്യലൈസേഷന്റെ പ്രൈമറി ഏജൻസി ഫാമിലി ആണ്. Question number 26. According to the NCF 2005, the role of a teacher is that of a. 2005 NCF വളരെ ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും സീറ്ററ്റിന് ഒരു ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആണ് NCF 2005 കേട്ടോ. അതുമായിട്ട് ബന്ധപ്പെടുത്തി കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇവിടെ ടീച്ചറുടെ റോൾ എന്താണെന്നാണ് പറയുന്നത്? ഇറ്റ് ഈസ് എ ഫെസിലിറ്റേറ്റർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ടീച്ചർ ഒരു ഫെസിലിറ്റേറ്റർ ആവണം ക്ലാസ്സിൽ എന്നാണ് NCF 2005 പറയുന്നത്. Question number 27. Discovery learning is based on the philosophy of. ഡിസ്കവറി ലേണിംഗ് അല്ലെ, കണ്ടുപിടിച്ച് കുട്ടികൾ പഠിക്കുക അല്ലെ. കുട്ടികൾ സ്വയമായിട്ട് നോളേജ്
കൺസ്ട്രക്ട് ചെയ്യുക. ആൻസർ ബി ആണ് ഇവിടെ. കൺസ്ട്രക്റ്റിവിസത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഡിസ്കവറി ലേണിംഗ് ഉള്ളത്. Question number 28. Which of the following is a social constructivist theorist? സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറിസ്റ്റ് ഏതാണ്? സോഷ്യൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയണം അല്ലേ, വൈഗോട്സ്കി അല്ലെ, വൈഗോട്സ്കി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. Question number 29. Scaffolding in the context of learning theories refers to. Scaffolding എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ സി, temporary support in learning by adults. Question number 30. Constructivism as a theory emphasizes. Constructivism പറയുന്നത് എന്താണ്? The role of the learner in constructing their own view of the world, memorizing information, the dominant role of the teacher, the use of rewards. ഇവിടെ ഏതാ കറക്റ്റ് ആയിട്ട് വരുന്നത്? ഓപ്ഷൻ എ, the role of learner in constructing their own view of the world. കുട്ടികൾ സ്വയമായിട്ട് കൺസ്ട്രക്ട് ചെയ്യുക, ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അവർ തന്നെ കൺസ്ട്രക്ട് ചെയ്യുക. Question number 31. Problem solving is more likely to flourish in schools where flexible curriculum is followed, focus on high stakes testing, homogeneous grouping is used, instruction is teacher centric. ഇവിടെ എന്തായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഫ്ലെക്സിബിൾ കരിക്കുലം is followed. Question number 32. The critical pedagogy firmly believes that. ഇവിടെ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക? ഓപ്ഷൻ എ, a teacher should always lead the instruction എന്ന് പറയുന്നത് തെറ്റാണ് അല്ലെ. ഓപ്ഷൻ സി നോക്കൂ, ലേണേഴ്സ് ഡു നോട്ട് നീഡ് ടു റീസൺ ഇൻഡിപെൻഡന്റ്ലി. കുട്ടികൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് തോട്ട് പ്രോസസ്സ് ചെയ്യേണ്ട എന്നുള്ളതാണ് പറയുന്നത്, അതും തെറ്റാണ്. വാട്ട് ചിൽഡ്രൻ ലേൺ ഔട്ട് ഓഫ് സ്കൂൾ ഈസ് ഇറലവന്റ്. കുട്ടികൾ സൊസൈറ്റിയിൽ നിന്ന് പഠിക്കുന്നതൊക്കെ എന്താണ്? ഇറലവന്റ് ആണ്. അതുകൂടി സ്കൂളിൽ നിന്ന് പഠിക്കുന്നത് മാത്രമേ കുട്ടിക്ക് ആവശ്യമുള്ളൂ എന്ന് പറയുന്നത്, അതും തെറ്റാണ്. ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ദ എക്സ്പീരിയൻസസ് ആൻഡ് പെർസെപ്ഷൻസ് ഓഫ് ലേണേഴ്സ് ആർ ഇമ്പോർട്ടന്റ്. കുട്ടികളുടെ ഓരോ എക്സ്പീരിയൻസും കുട്ടികളുടെ ഓരോ പെർസെപ്ഷൻസും വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നാണ് ക്രിട്ടിക്കൽ പെഡഗോജിയിൽ പറയുന്നത്. 33. In the context of education, socialization means. എഡ്യൂക്കേഷനിൽ സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ സി, adapting and adjusting to the social environment. Question number 34. Child-centered education was advocated by. Child-centered education കൊണ്ടുവന്നത് ആരാണ്? ഓപ്ഷൻ ഡി, ജോൺ ഡ്യൂ ആണ്. 35. A teacher uses a point card system to reward good behavior. This is based on. നല്ല ബിഹേവിയർ കാണിക്കുന്ന കുട്ടികൾക്ക് പോയിന്റ് സിസ്റ്റം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. എന്താണ്? റിവാർഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്? നല്ല ബിഹേവിയർ കാണിക്കുന്നത്. അപ്പൊ കുട്ടികളെ നല്ല ബിഹേവിയർ കാണിക്കാൻ വേണ്ടി റിവാർഡ് കൊടുക്കുന്നു. അതെന്താ? അതൊരു തരത്തിലുള്ള കണ്ടീഷനിങ് ആണ്. അവിടെ ഓപ്ഷൻ എ, ഒപ്പാരന്റ് കണ്ടീഷനിങ് ആണ് ഇവിടെ വരുന്നത്. ഇനി നമുക്ക് കുറച്ച് മെയിൻ കോൺസെപ്റ്റുകൾ ഡിസ്കസ് ചെയ്യാം. ജീൻ പിയാഷെസ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി. ഇതിൽ വരുന്നത് 4 സ്റ്റേജസ് ആണ്. സെൻസറി മോട്ടോ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ആൻഡ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഇങ്ങനെ 4 സ്റ്റേജുകളുണ്ട്. ഇതിൽ സെൻസറി മോട്ടോ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ 0 to 2 years വരെയാണ്. അവിടെ ഒബ്ജക്റ്റ് പെർമനൻസ് ഉണ്ടാവും കുട്ടികൾക്ക്. സെൻസസ് വഴി ആണ് കുട്ടികൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. റിഫ്ലെക്സസ് വഴിയാണ് കുട്ടി തിരിച്ച് റിയാക്ട് ചെയ്യുന്നത്. ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തു കണ്ണിന്റെ മുന്നിൽ നിന്ന് മാറ്റിയാലും അത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കുട്ടിയുടെ അറിവിനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയാം. നെക്സ്റ്റ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിന്റെ ഏജ് 2 to 7 years ആണ്. ഇവിടെ കുട്ടികൾ ഈഗോ സെൻട്രിസം കാണിക്കുന്നുണ്ട്. സ്വന്തം കാര്യമാണ്, അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്ന പോലെയാണ് എല്ലാവരും വിചാരിക്കുന്നത് എന്നാണ് അവര് കരുതുന്നത്. അനിമിസം എന്ന് പറഞ്ഞ ഒരു ഫീച്ചർ ഈ ഒരു സ്റ്റേജിലാണ് വരുന്നത്. അനിമിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ലിവിങ് ആയിട്ടുള്ള ഒബ്ജക്ട്സിന് അനിമൽസിന്റെ ബിഹേവിയേഴ്സ് കൊടുക്കുന്നു. ഇപ്പോ ടോയ്സ് ഒക്കെ കാണുമ്പോൾ അത് ശരിക്കും ജീവനുള്ള സാധനം പോലെയാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത് അല്ലെ. പിന്നെ ഇറിവേഴ്സിബിലിറ്റി, ലാക്ക് ഓഫ് കൺസർവേഷൻ ഒക്കെയാണ് ഈ സ്റ്റേജിൽ കാണിക്കുന്നത്. നെക്സ്റ്റ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. 7 to 11 yearsലാണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് വരുന്നത്. ഇവിടെയാണ് ലോജിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. റിവേഴ്സിബിലിറ്റി ഇവിടെയാണ് വരുന്നത്. കൺസർവേഷൻ, ഒരു ഗ്ലാസ് മാറിയാലും അതിന്റെ അളവ് മാറണില്ല അല്ലെ. വലിയ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചാലും ഓൾറെഡി ചെറിയ ഗ്ലാസ്സിൽ ഉണ്ടായിരുന്ന അത്രയും വെള്ളം തന്നെയാണ് വലിയ ഗ്ലാസ്സിലുള്ളത്. അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഒക്കെ കുട്ടിക്ക് മനസ്സിലാവുന്നു. ക്ലാസിഫിക്കേഷന്, ഒബ്ജക്ട്സിനെ അതിന്റെ ഫീച്ചേഴ്സ് വെച്ച് അനലൈസ് ചെയ്ത് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നു. നെക്സ്റ്റ്, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് 11 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്കാണ് കാണുന്നത്. ഇവിടെ അബ്സ്ട്രാക്ട് തിങ്കിങ് പറ്റുന്നുണ്ട്, ഹൈപ്പോതെറ്റിക്കോ ഡിഡക്റ്റീവ് റീസണിങ് പറ്റുന്നുണ്ട്, ലോജിക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നുണ്ട്. നെക്സ്റ്റ്, വൈഗോട്സ്കിയുടെ സോഷ്യോ കൾച്ചറൽ തിയറിയാണ്. ഇവിടെ ZPD ഇമ്പോർട്ടന്റ് ആണ്. ZPD എന്ന് പറയുന്നത് കുട്ടിക്ക് സ്വയം ചെയ്യാൻ കഴിയുന്നതും മറ്റൊരാളുടെ സഹായത്തോടെ ചെയ്യാൻ കഴിയുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ്
ഈ പറയുന്ന ZPD, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. അതിന്റെ ഇടയിൽ മോർ നോളജബിൾ ആയിട്ടുള്ള ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സപ്പോർട്ടിനെയാണ് നമ്മൾ സ്കഫോൾഡിംഗ് എന്ന് പറയുന്നത്. MKO എന്ന് പറഞ്ഞാൽ മോർ നോളജബിൾ അതേഴ്സ്. കുട്ടികളെക്കാളും നോളേജ് ഉള്ള ഏതൊരാളും MKO ആവാം. നെക്സ്റ്റ് പ്രൈവറ്റ് സ്പീച്ചിനെ കുറിച്ചും നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് കോൾബർഗിന്റെ മോറൽ ഡെവലപ്മെന്റ് ആണ്. അവിടെ പ്രീ കൺവെൻഷണൽ സ്റ്റേജ്, കൺവെൻഷണൽ സ്റ്റേജ്, പോസ്റ്റ് കൺവെൻഷണൽ സ്റ്റേജ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ പ്രീ കൺവെൻഷണൽ സ്റ്റേജിൽ കുട്ടികൾ പണിഷ്മെന്റ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടും റിവാർഡ് കിട്ടാൻ വേണ്ടിയിട്ടുമാണ് ഒബേ ചെയ്യുന്നത്. കൺവെൻഷണൽ സ്റ്റേജിൽ ഗുഡ് ബോയ് ഗുഡ് ഗേൾ ഓറിയന്റേഷൻ ആണുള്ളത്. ഈ ഒരു സമയത്ത് കുട്ടി സൊസൈറ്റി നല്ലത് പറയാൻ വേണ്ടിയിട്ടാണ് കുട്ടി ഒബേ ചെയ്യുന്നത്. പോസ്റ്റ് കൺവെൻഷണൽ സ്റ്റേജിൽ സ്വന്തമായിട്ടുള്ള കോൺസെപ്റ്റുകൾ കുട്ടി വരുന്നു. ഹ്യൂമൻ റൈറ്റ്സിനെ ലോസിന്റെ പുറത്ത് വാല്യൂ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു. സോഷ്യൽ കോൺട്രാക്റ്റും യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിൾസും ആണ് ആ ഒരു സമയത്ത് അവര് കൺസിഡർ ചെയ്യുന്നത്. അടുത്തത് ഹോവാർഡ് ഗാർഡനറിന്റെ മൾട്ടിപ്പിൾ ഇന്റലിജൻസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിൽ 8 ഇന്റലിജൻസ് നിങ്ങളൊന്ന് നോക്കി വെക്കണം. നെക്സ്റ്റ്, ഈ ലോറൻസ് കോൾബർഗും കരോൾ ഗില്ലിയനും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു. അതെന്താന്ന് പറഞ്ഞാൽ കരോൾ ഗില്ലിയൻ പറയുന്നത് ലോറൻസിന്റെ കോൺസെപ്റ്റ് വളരെ ജെൻഡർ ബയാസ്ഡ് ആണെന്നാണ്. ഗില്ലിയൻ ആർഗ്യൂ ചെയ്യുന്നത് വുമൻ പ്രയോറിറ്റൈസ് റിലേഷൻഷിപ്പ് ആൻഡ് കെയർ. പക്ഷെ കോൾബർഗിന്റെ തിയറിയിൽ എന്ത് മാത്രമേ പറയുന്നുള്ളൂ? മെയിലിന്റെ ക്യാരക്ടേഴ്സ് മാത്രമേ എംഫസൈസ് ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ്, എബ്രഹാം മാഷ്ലോന്റെ ഒരു ഹൈറാർക്കി ഓഫ് നീഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അധികം ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ല, എന്നാലും ഇതൊന്ന് നോക്കി വെച്ചോളൂ കേട്ടോ. നെക്സ്റ്റ്, NCF 2005 പ്രധാനപ്പെട്ടുള്ള കീ വേർഡ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എൻകറേജിങ് ക്യൂരിയോസിറ്റി, കുട്ടികളുടെ ക്യൂരിയോസിറ്റി എൻകറേജ് ചെയ്യിക്കുന്നുണ്ട്. ആൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ആളുകളാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത് എന്നാണ് അവർ പറയുന്നത്. ക്രിട്ടിക്കൽ പെഡഗോജിയെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇൻക്ലൂസീവ് എൻവയോൺമെന്റ് ആണ് കുട്ടികൾക്ക് കൊടുക്കണം എന്ന് അവർ പറയുന്നത്. ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ, ഒരുപാട് യശ്പാൽ കമ്മിറ്റിയുടെ ഹെഡിങ് തന്നെ അതായിരുന്നു, ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ എന്നായിരുന്നു. ഈ NCF 2005 കുട്ടികളുടെ ഹോംവർക്കിന്റെയോ എക്സാമിന്റെയോ വലിയ ബേർഡൻ ഇല്ലാതെ കുട്ടികളെ പഠിപ്പിക്കണം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഡിസ്കവറി മെത്തേഡ് ആണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. ഡെമോക്രാറ്റിക് ക്ലാസ് റൂം ആയിരിക്കണം അറിയേണ്ടത്. ദ ഫെസിലിറ്റേറ്റർ ആവണം ടീച്ചർ. അപ്പൊ ഇത്രയും കീ വേർഡ്സിൽ ഒന്ന് നോക്കി വെക്കാം. നെക്സ്റ്റ്, ഫൈനൽ, നമ്മൾ ഓരോ തിയറിയും അതിന്റെ കോൺസെപ്റ്റും ഫോക്കസും കൊടുത്തിട്ടുണ്ട്. പിയാഷെ കോഗ്നിറ്റീവ് സ്റ്റേജസ് ആണ് പറയുന്നത്. അവിടെ എന്താണ്, കുട്ടികൾ ഒറ്റയ്ക്കാണ് നോളജ് കൺസ്ട്രക്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. വൈഗോട്സ്കിയുടെ ZPDയും സ്കഫോൾഡിംഗ് ആണ് ഇമ്പോർട്ടന്റ്. അവിടെ സോഷ്യൽ ഇന്ററാക്ഷൻ വഴിയാണ് കുട്ടികൾ പഠിക്കുന്നു എന്നാണ് പറയുന്നത്. കോൾബർഗിൻ്റെത് മോറൽ ഡെവലപ്മെന്റ് ആണ്. ഇവിടെ എത്തിക്കൽ റീസണിങ് എങ്ങനെയാണ് ഡെവലപ്മെന്റ് നടക്കുന്നത് എന്നാണ് പറയുന്നത്. ഗാർണറിന്റെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ആണ്. അവിടെ 8 സ്റ്റേജസ് ഉണ്ട്. ഡൈവേഴ്സിറ്റി ഓഫ് ഹ്യൂമൻ ഇന്റലിജൻസ്, പലതരത്തിലുള്ള ഇന്റലിജൻസ് ഹ്യൂമനിൽ ഉണ്ട് എന്നാണ് അവര് പറയുന്നത്. ജോൺ ഡ്യൂവിന്റെ പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ ആണ് വരുന്നത്. ലേണിംഗ് ബൈ ഡൂയിങ്ങും സോഷ്യൽ എക്സ്പീരിയൻസും ആണ് കുട്ടിക്ക് ഇമ്പോർട്ടൻറ്റ് ആയിട്ട് കൊടുക്കേണ്ടത് എന്നാണ് ജോൺ ഡ്യൂ പറയുന്നത്. അപ്പൊ ഇത്രയും CDPയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് ഏരിയാസ് അല്ലെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് എല്ലാം കൂടി ഒരു ക്യാപ്സ്യൂൾ രൂപത്തിൽ ഞാൻ ഇന്ന് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഈ പ്രാവശ്യത്തെ CTET എക്സാം നിങ്ങൾ എന്തായാലും ക്രാക്ക് ചെയ്യും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങൾ ടെലഗ്രാം ചാനൽ മാക്സിമം യൂസ് ചെയ്യുക. ഫ്രീ ആയിട്ട് അവിടെ നോട്ട്സും PYQസും മോക്ക് ടെസ്റ്റും എല്ലാം കൊടുക്കുന്നുണ്ട്. Thank you.